മാത്രമല്ല നോക്കൂ, ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. പഞ്ചായത്തുകൾക്ക് ഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുന്നത് സംസ്ഥാനത്തെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പഠനം കൂടിയാണ്. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ ചേർന്ന് നൽകേണ്ട സ്കോളർഷിപ്പ് വിതരണം മുടങ്ങി. സർക്കാർ ഫണ്ട് ലഭ്യമായിട്ടില്ലെന്നാണ് പഞ്ചായത്തുകളുടെ വിശദീകരണം. 28,500 രൂപയാണ് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് ഒരു വർഷം നൽകുന്നത്. അതായത് 25-26 വർഷത്തെ ഭിന്നശേഷി സ്കോളർഷിപ്പ് ഒരു ഗഡു മാത്രമാണ് കിട്ടിയത്. ആകെ പകുതി എമൗണ്ടാണ് കൊടുത്തത്. ഇപ്പം ഞാൻ എൻ്റെ മോളെ തന്നെ റിക്ഷയാക്കിയിട്ടാണ് സ്കൂളിലേക്ക് കൊണ്ടുവന്നത്. നല്ലൊരു ബാധ്യത വരുന്നുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ആകെ ഒരു വർഷത്തിൽ ഈ ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് കിട്ടുന്ന ഒരു തുച്ഛമായ ഒരു സ്കോളർഷിപ്പാണ് ഈ പറഞ്ഞ തുക. ഇതുപോലും ഞങ്ങളോട് ഇങ്ങനെ ഒരു അനാസ്ഥ കാണിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതായത് 26 മാർച്ചിലാണ് മൊത്തമായിട്ട് തരേണ്ടത്. അപ്പോൾ മാർച്ചിൽ ചോദിക്കുമ്പോൾ പറഞ്ഞു ഫണ്ട് വന്നിട്ടാ, പ്ലാൻ ഫണ്ട് വന്നിട്ടാന്നാണ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മറുപടി. ഫണ്ട് വന്നിട്ടില്ല. പാലിയേറ്റീവ് സേവനങ്ങൾക്ക് ഫണ്ട് വന്നിട്ടില്ല. വണ്ടിക്ക് പെട്രോൾ അടിക്കാനും ഡീസൽ അടിക്കാനും ഫണ്ട് വന്നിട്ടില്ല. ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ ഫണ്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ചോദിക്കുമ്പോഴും ഫണ്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അന്വേഷിച്ചപ്പോഴാണ് ആദ്യ ഗഡു ഈ സർക്കാർ 2.5 മാസമായിട്ടും റിലീസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പ്ലാൻ ഫണ്ടിലെ ആദ്യ ഗഡു അതിവേഗം കൊടുക്കാൻ സർക്കാർ നടപടികൾ. വാർത്തയെ തുടർന്ന് കാര്യങ്ങൾ വേഗത്തിലാക്കുന്നു. സ്പിൽ ഓവർ പദ്ധതികൾ ഉടൻ സമർപ്പിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. ആസൂത്രണ സമിതികളുടെ അംഗീകാരത്തിനായി മെയ് 31 സമർപ്പിക്കാനാണ് നിർദ്ദേശം. 31 മുൻപ് സമർപ്പിക്കാനാണ് നിർദ്ദേശം. 2029 കോടി 15 ലക്ഷം രൂപയാണ് സർക്കാർ അടിയന്തരമായി നൽകേണ്ടത്. റാഹിസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റാഹിസ് റഷീദ്, ഇപ്പോൾ നമ്മുടെ ഈ വാർത്തയെ തുടർന്ന് അടിയന്തരമായിട്ട് ഈ ഗഡു നൽകുക എന്നതാണോ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്? വലിയ തുക നൽകേണ്ടതുണ്ട്. 2029 കോടി രൂപയിൽ പരമാണ് ആദ്യ ഗഡുവായിട്ട് നൽകേണ്ടത്. ഉടൻ നൽകാൻ നീക്കം ആരംഭിച്ചോ റാഹിഷ്? അരുൺകുമാർ, ഫണ്ട് ഉടൻ തന്നെ വരും. ഇതുവരെ ഫണ്ട് കിട്ടിയില്ല ഉള്ള പരാതിക്ക് പരിഹാരം ഒരുപക്ഷെ ഇന്നോ നാളെയോ അതല്ലെങ്കിൽ അടുത്ത ആഴ്ച പകുതിയോടുകൂടി തന്നെ ആദ്യ ഗഡു പ്ലാൻ ഫണ്ടിന്റെ കൊടുക്കാനുള്ള നടപടികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയുടെ ഓഫീസിൽ അതിവേഗത്തിൽ ആക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ വരാനുള്ള ഒരു സാധ്യതകൾ പോലും തള്ളിക്കളയാനാവില്ല എന്നാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആദ്യ ഗഡുവായി 2029.15 അതായത് 2029 കോടി 15 ലക്ഷം രൂപയായിരിക്കും ആദ്യ ഗഡുവായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുക. ഇതിന്റെ നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. KN ബാലഗോപാൽ അവസാന ബജറ്റ് അവതരിച്ചപ്പോൾ 10,189 കോടി രൂപയായിരുന്നു പ്ലാൻ ഫണ്ടായി വകയിരുത്തിയിരുന്നത്. അത് VD സതീശന്റെ ആദ്യ ബജറ്റായപ്പോൾ 8,655 കോടിയായി കുറഞ്ഞു. അതായത് 1,534 കോടി രൂപയുടെ കുറവ് വന്നിട്ടുണ്ട്. ആ കുറവ് വന്ന കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ മാർച്ച് 31 തന്നെ സാമ്പത്തിക വർഷത്തിലെ ഓരോ പ്രോജക്റ്റും തീരുമാനിച്ചതാണ്. കുറവ് വന്നതനുസരിച്ച് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കുറവ് വരും. അതുകൊണ്ട് അതിനനുസരിച്ച് പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാനും മാറ്റാനുമുള്ള നിർദ്ദേശങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്ഥാപനങ്ങൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. വാർത്തയെ തുടർന്ന് അതിവേഗം സർക്കാർ നീക്കം നടത്തുന്നുവെന്നാണ്. പക്ഷേ ഇത്രയും വൈകി, 2.5 മാസത്തോളം വൈകി, ഇതൊക്കെ വൈകാൻ പാടുള്ള കാര്യമാണോ? ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇതൊക്കെ അടിസ്ഥാനമായിട്ട് സാധാരണ ജനവിഭാഗങ്ങളെ തൊടുന്നതല്ലേ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ഭരണം എന്ന് പറയുന്നത് അവിടെയാണല്ലോ, തദ്ദേശ സ്ഥാപനങ്ങളിലാണല്ലോ. ആ പൈസ ആദ്യം കൊടുക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാണ്, തദ്ദേശ സ്ഥാപനങ്ങളാണ് ആ ആത്മാവിനെ പരിലാളിക്കുന്നത് എന്നത് പ്രേക്ഷകർക്ക് അറിയാമല്ലോ.